അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന് സെക്കൻഡ് മോഡ്യൂൾ ആയിട്ടുള്ള സീഡ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുറച്ച് ഭാഗങ്ങളാണ്. ഓക്കെ, ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സീഡ് സയൻസ് എന്ന ടെക്നോളജിയാണ്. അപ്പോൾ എന്താണ് സീഡ് സയൻസ്, ആരാണ് സീഡ് സയൻസിൻ്റെ ഫാദർ, ഇതെല്ലാം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ആയിരിക്കും. അപ്പം സീഡ് സയൻസിൻ്റെ ഫാദർ എന്ന് പറയുന്ന ആൾ ഡോക്ടർ ബദ്രി നാരായണൻ ബാർവാലെ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഡോക്ടർ ബദ്രി നാരായണൻ ബാർവാലയാണ് ഫാദർ ഓഫ് സീഡ് ടെക്നോളജി. അപ്പം നമുക്കിനി എന്ത് നോക്കാം, സീഡ് എന്താണെന്ന് നോക്കാം. സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ, ഒരു പ്ലാന്റ് ഫ്ലവറായി ആ ഫ്ലവർ പിന്നെ എന്ത് ചെയ്യും, ഒരു റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു റീപ്രൊഡ്യൂസ് ഏജൻറ്റിനെ ഒരു പാർട്ടിനെ ഉണ്ടാക്കും. അതാണ് സീഡ് എന്ന് പറയുന്നത്. സീഡ് ഈസ് എ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ അഥവാ മെച്യൂർഡ് ഓവ്യൂൾ എന്നൊക്കെ പറയാം. എന്തെന്ന് പറയാം, സീഡ് ഈസ് ദ മെച്യൂർഡ് ഓവ്യൂൾ എന്ന് പറയാം. ഈ സീഡ് ഉണ്ടാവുന്ന എങ്ങനെയാണ്, ഓവ്യൂൾ ബിക്കം സീഡായിട്ട് മാറുന്നു. ഓവ്യൂളാണ് എന്തായിട്ട് മാറുന്നത്, സീഡായിട്ട് മാറുന്നത്. ഓവറി എന്തുമായിട്ട് മാറുന്നു, ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ഫ്ലവറും അതിനകത്ത് ഒരു സീഡ് ഫോം ചെയ്യുന്ന പിക്കും കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ മോർഫോളജി. കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇത്ര ഓവറി ഓവ്യൂൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഓവറിയാണ് എന്തുമായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ടും. ഓവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. ഈ താഴെ കാണുന്ന വട്ടം ഉണ്ടല്ലോ, ഈ വട്ടമാണ് ഓവ്യൂള്. അതിനെ പൊതിഞ്ഞ് ഉള്ള ഒരു പാർട്ടാണ് ഓവറി. അപ്പോൾ ഓവ്യൂള് സീഡായിട്ടും ഓവറി ആയിട്ടുമാണ് മാറുന്നത്, ഫ്രൂട്ടായിട്ടുമാണ് മാറുന്നത്. ഈ ഓവറിയുടെ ചുറ്റിനും ഒരു വാളുണ്ട്. ഈ വാളിന് നമ്മൾ പെരികാർപ്പ് അഥവാ ഫ്രൂട്ട് വാൾ എന്ന് പറയുന്നത്. പെരികാർപ്പ് അഥവാ ഫ്രൂട്ട് വാൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇപ്പുറത്ത് ഞാൻ ആ ഒരു മെച്ചൂറുള്ള ഫ്രൂട്ടിൻ്റെയും സീഡിൻ്റെയും പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു, ഇവിടെ വന്ന് ഇതിനെയാണ് സീഡ് എന്നും ഇതിൻ്റെ പുറത്തേയുള്ള ഭാഗത്തെ ഫ്രൂട്ട് എന്നും പറയുന്നു. അതായത് നമുക്ക് ഉത്തമ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എവിടെ മാംഗോയുടെ ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കുന്ന ഭാഗമല്ലേ ഫ്രൂട്ട് ഭാഗം, അതുപോലെ അതിൻ്റെ സീഡ് അതിനകത്തെ ആ മാങ്ങയുടെ സീഡായിരിക്കും. അത് തന്നെയാണ് ഇതിലും കാണിക്കുന്നത്. വെളിയിലത്തെ ഭാഗത്തെ ഫ്രൂട്ടായിട്ടും നമുക്ക് എഡിബിളുള്ള ഭാഗത്തെ ഫ്രൂട്ടായിട്ടും അതിനകത്തെ സീഡായിട്ടുമാണ്. അപ്പം സീഡ് എന്താണ്, സീഡ് ഇസ് ദ മെച്യൂർഡ് ഓവ്യൂൾ അഥവാ ഫെർട്ടിലൈസ്ഡ് സീഡ് എന്നൊക്കെ പറയും. ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഓവ്യൂളാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്, സീഡ് ആയിട്ട് മാറുന്നത്. ഓവറി എന്തായിട്ടും മാറുന്നുണ്ട്, ഓവറി ബിക്കം ഫ്രൂട്ടായിട്ടും മാറുന്നുണ്ട്. ഓവറി വാളിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, പെരികാർപ്പ് അഥവാ ഫ്രൂട്ട് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട് വാളിൻ്റെ മറ്റൊരു പേര് എന്താണ്, പെരികാർപ്പ്. അപ്പോൾ പെരികാർപ്പ് എന്താണ്, ഓവറി വാൾ എന്തായിട്ട് മാറുന്നു, പെരികാർപ്പായിട്ട് മാറുന്നു അഥവാ ഫ്രൂട്ട് വാളായിട്ട് മാറുന്നു. നെക്സ്റ്റ്, ഇതാണ് ഒരു സീഡ് ബയോളജി. ഒരു സീഡിൻ്റെ ബയോളജി എന്ന് പറയാം. ഇത് രണ്ട് ടൈപ്പ് സീഡുണ്ട്. മോണോക്കോട്ട് സീഡും ഉണ്ട്, ഡൈക്കോട്ട് സീഡും ഉണ്ട്. മോണോക്കോട്ട് പേര് കേൾക്കുമ്പോൾ എന്താ പറയുക, മോണോ ഒരു കോട്ടിലിടൻ മാത്രമേ ആ സീഡിലുള്ളൂ. അതുകൊണ്ടാണ് അതിനെ മോണോകോട്ട് എന്ന് പറയുന്നത്. രണ്ട് കോട്ടിലിടൻ ഉണ്ടെങ്കിൽ അതിനെ ഡൈക്കോട്ട് സീഡ് എന്നും പറയുന്നു. മോണോകോട്ട് സീഡിൻ്റെ മെയിൻ എക്സാമ്പിളാണ് മെയ്സ്. ചോളം ഇസ് ദ മെയിൻ എക്സാമ്പിൾ ഓഫ് മോണോകോട്ട് സീഡ്. അവിടെ മാത്രമേ ഉള്ളൂ, ഒരു കോട്ടിലിടൻ മാത്രമേ ഉള്ളൂ. ഡൈക്കോട്ട് സീഡ് ആകുമ്പോഴോ നമ്മുടെ പീയൊക്കെ, നമ്മുടെ വീട്ടിലുള്ള പയറൊക്കെ നടുക്കൂടെ മുറിച്ച് കഴിയുമ്പം ഈക്വലായിട്ട് രണ്ട് പാർട്ടായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അതിന് ഡൈക്കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മോണോകോട്ടിൻ്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സീഡ്. ഇത് നമ്മുടെ ഒരു മെയ്സിൻ്റെ സീഡാണ്, അതായത് നമ്മുടെ ഒരു ചോളത്തിൻ്റെ വിത്താണ്. ഈ ചോളത്തിൻ്റെ വിത്തിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇതൊരു കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സീഡിൽ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണ്, എൻഡോസ്പേം. എൻഡോസ്പേം ആണ് ഒരു സീഡിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എൻഡോസ്പേം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എംബ്രിയോ കണ്ടില്ലേ, ഇതാണ് എംബ്രിയോ. ഈ എംബ്രിയോ ആണ് എന്തായിട്ട് മാറുന്നത്, ന്യൂ പ്ലാന്റ് ആയിട്ട് വരുന്നത്. എംബ്രിയോ ആണ് ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ ആ സീഡിനെ കവർ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട്, ഒരു സീഡ് കോട്ടുണ്ട്. ഒരു സീഡ് കോട്ടുണ്ട്. ആ സീഡ് കോട്ട് എന്താണ്, പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അവരെ സംരക്ഷിക്കാൻ, ആ സീഡിനെ സംരക്ഷിക്കുന്നതാണ് ആരുടെ കടമ,
സീഡ് കോട്ടിൻ്റെ. അപ്പോൾ മോണോക്കോട്ട് സീഡിൽ ഏതൊക്കെ പാർട്സ് ഉണ്ട്? എൻഡോസ്പേം ഉണ്ട്, സീഡ് കോട്ട് ഉണ്ട്, എംബ്രിയോ ഉണ്ട്. എൻഡോസ്പേം ഉണ്ട്, സീഡ് കോട്ട് ഉണ്ട്, എംബ്രിയോ ഉണ്ട്. അപ്പോൾ എൻഡോസ്പേം എന്തിനാണ് സഹായിക്കുന്നത്? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ എൻഡോസ്പേം സഹായിക്കുന്നു. അതുപോലെ ആ സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരാ സഹായിക്കുന്നത്? സീഡ് കോട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നോക്കി, ഒരു പുതിയ ഒരു വെറൈറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ ആരാ സഹായിക്കുന്നത്? എംബ്രിയോ ആണ് ഒരു വെറൈറ്റിയെ ഡെവലപ്പ് ചെയ്തു തരാൻ സഹായിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ഡൈക്കോട്ട് സീഡിൻ്റെ കേസിൽ പോവുകയാണെങ്കിൽ, ആ ഡൈക്കോട്ട് സീഡ് എന്ന് വെച്ചാൽ ഒരു സീഡിനെ നടുക്കൂടെ ഡിവൈഡ് ചെയ്യുമ്പം ഈക്വലായിട്ട് രണ്ട് പാർട്സ് കിട്ടും. അതുകൊണ്ടാണ് അവന് ഡൈക്കോട്ട് സീഡ് എന്നും. അതുപോലെ അതിന് 2 കോട്ടിലിഡൻസ് ഉണ്ട്. എന്തുണ്ട്? 2 കോട്ടിലിഡൻസ് ഉണ്ട്. ഈ ഡൈക്കോട്ട് സീഡിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ സീഡ് കോട്ടിനകത്ത് ടെസ്റ്റൈൻ ടെഗ്മെൻസും ഉണ്ട്. ആരുണ്ട്? ടെസ്റ്റൈൻ ടെഗ്മെൻസും ഉള്ള ഡൈക്കോട്ട് സീഡിൻ്റെ ഇതിനെയാണ് എന്താണ് സീഡ് കോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൾമുൾ, എപ്പികോട്ടൈൽ, ഹൈപ്പോകോട്ടൈൽ, റാഡിക്കൽ, കോട്ടിലിഡൻ, ഈ 5 ഭാഗമാണ്. പൾമുള്, എപ്പികോട്ടൈൽ, ഹൈപ്പോകോട്ടൈൽ, റാഡിക്കൽ, കോട്ടിലിഡൻ, ഇത്രയും ഭാഗം ചേർന്നതാണ് ഒരു ഡൈക്കോട്ടിൻ്റെ എംബ്രിയോ. എന്താണ്? എംബ്രിയോ. അപ്പം മനസ്സിലായോ എംബ്രിയോ എന്താണ്? ഇതിലും അതുപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗമുണ്ട് എൻഡോസ്പേം. അപ്പം നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് എന്തൊക്കെ പഠിക്കാം? 2 ടൈപ്പിലുള്ള സീഡുണ്ട്. മോണോക്കോട്ട് സീഡും ഉണ്ട്, ഡൈക്കോട്ട് സീഡും ഉണ്ട്. മോണോക്കോട്ട് സീഡാകുമ്പോൾ എന്താണ്? അവയ്ക്ക് ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ മോണോക്കോട്ട് സീഡ് എന്ന് പറയുന്നത്. 2 കോട്ടിലിഡൻ ഉള്ളവന് ഡൈക്കോട്ട് സീഡ് എന്ന് പറയുന്നു. സീഡിൻ്റെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗത്തെ എന്തെന്നാണ് പറയുന്നത്? എൻഡോസ്പേം എന്ന് പറയുന്നു. സീഡിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗത്തെ എൻഡോസ്പേം എന്ന് പറയുന്നു. സീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു കവറിനെ എന്താണെന്ന് പറഞ്ഞാൽ സീഡ് കോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ എംബ്രിയോ ആണ് ഡെവലപ്പായിട്ട് എന്തായിട്ട് മാറുന്നത്? ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത സീഡ് ജെർമിനേഷൻ. നമ്മൾ ഒരു സീഡ് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞ് അത് എങ്ങനെ ജെർമിനേറ്റ് ചെയ്യുന്നു എന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഈ സീഡ് ജെർമിനേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ വാട്ടറിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനും എല്ലാം വേണം. ആ സീഡിന് എന്തൊക്കെ വേണം? അതിന് വാട്ടർ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ഓക്സിജൻ വേണം. ഇവരുടെ എല്ലാം അബ്സോർപ്ഷൻ മൂലമാണ് എന്ത് നടക്കുന്നത്? സീഡ് ഇംബൈബിഷൻ നടക്കുന്നത്. അങ്ങനെ വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ വലിച്ചെടുക്കുമ്പോൾ ആ സീഡ് എന്തോ ആയിട്ട് മാറും? സ്വെല്ല് ചെയ്യും. അതായത് ആ സീഡ് വലുതായിട്ട് വീർത്ത് വലുതായി അതിൻ്റെ സീഡ് കോട്ട് എന്തോ സോഫ്റ്റ് ആവുന്നു. അപ്പോൾ നമ്മുടെ ഒരു ചെടി നട്ടു, ഒരു പയർ വീട്ടിൽ നമ്മളൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ് പയർ മുളപ്പിക്കുന്നത്. ആ പയറിനകത്ത് നമ്മൾ ആവശ്യമുള്ള വെള്ളം കൊടുക്കും, അതിനാവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും എല്ലാം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ആ പയർ ആദ്യം വീർക്കും. അതിൻ്റെ ഔട്ട്മോസ്റ്റ് ലെയർ, അതായത് സീഡ് കോട്ട് എന്താവും? നല്ല സോഫ്റ്റനിങ് ആവും. അങ്ങനെ സ്വെല്ല് ചെയ്ത് സീഡ് കോട്ട് സോഫ്റ്റനിങ് ആയി കഴിയുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവ പിളർന്ന് ഒരു പുതിയ ഒരു പ്ലാന്റ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് അവിടെ ഒരു എൻസൈംസിൻ്റെ ആക്ടിവേഷനും കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇംബൈബിഷന് ഇംബൈബിഷൻ വെച്ചിട്ട് അബ്സോർപ്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജന്. അടുത്ത് അതിൻ്റെ ഫലമായിട്ട് എന്താവുന്നു? സീഡ് സ്വെല്ലിങ് ചെയ്യുന്നു, സീഡ് കോട്ട് സോഫ്റ്റനിങ് ഉണ്ടാവുന്നു. ഇനി അവിടെ എൻസൈംസിൻ്റെ ആക്ടിവേഷൻ സംഭവിക്കുന്നുണ്ട്. ആക്ടിവേറ്റ്സ് ഇറ്റ്സ് ഇൻറ്റേർണൽ ഫിസിയോളജി ആൻഡ് സ്റ്റാർട്ട് ടു റെസ്പയർ. അതായത് അതിന് റെസ്പിറേഷൻ, അതായത് അവയ്ക്ക് പ്ലാന്റ്സിന് റെസ്പിറേഷൻ സംഭവിക്കുന്നത് മൂലം അവിടെ പ്രൊഡ്യൂസ് പ്രോട്ടീൻ ആൻഡ് മെറ്റാബോളൈസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ആർക്ക് സഹായിക്കുന്നുണ്ട്? പ്രോട്ടീൻസ് ആൻഡ് മെറ്റാബോളിസം സ്റ്റോർഡ് ഫുഡ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ സീഡിൽ ഏത് പാർട്ടിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? എൻഡോസ്പേം. നമ്മളിവിടെ പറഞ്ഞു സീഡിൻ്റെ എൻഡോസ്പേമിലാണ് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി അടുത്ത ഗ്രോത്തിനെ പറ്റി പറയുകയാണെങ്കിൽ റപ്ചറിങ് ദി സീഡ് കോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സ്വെല്ലിംഗ് ആയി സോഫ്റ്റനിങ് ആയിട്ടിരുന്ന സീഡ് കോട്ടിൽ നിന്ന് വരുന്നു. അവിടെ റാഡിക്കൽ എമർജസ് ചെയ്യുന്നു. ആദ്യം റാഡിക്കൽ ആകുന്നു. ആ റാഡിക്കലാണ് പിന്നെ എന്തായിട്ട് വന്നത്? പ്രൈമറി റൂട്ട് റാഡിക്കലാണ് പിന്നീട് റൂട്ടായിട്ട് മാറുന്നത്. അതായത് ഇതൊരു സീഡ്, ഇവിടുന്ന് റാഡിക്കിൾ ഉണ്ടായി. ഈ റാഡിക്കിളാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്?
നിറയെ റൂട്ടായിട്ട് മാറുന്നത്. റൂട്ട് അങ്ങ് ഒരുപാടാവും. അവിടെ ഇവിടെ നിന്നെല്ലാം കിട്ടുന്ന വെള്ളവും മിനറൽസും എല്ലാം അവർ വലിച്ചെടുത്ത് ഇവിടെ എൻഡോസ്പേമിൽ അത് എന്ത് ചെയ്ത് വെക്കുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്ത് നോക്കി, അതുപോലെ പൾമുൾ എമർജ് പ്രൈമറി ഷൂട്ടായിട്ട് മാറുന്നു. ഈ പൾമുള്ളുണ്ടല്ലോ, ഈ പൾമുള്ളാണ് പിന്നെ എന്തുമായിട്ട് മാറുന്നത്? ഒരു പ്രൈമറി ഷൂട്ടായിട്ട് മാറുന്നത്. ഈ പൾമുള്ള് എന്തായിട്ട് മാറുന്നു? പ്രൈമറി ഷൂട്ടായിട്ട് മാറുന്നു. ഈ റാഡിക്കൽ എന്തുമായിട്ട് മാറുന്നു? റൂട്ടായിട്ടും മാറുന്നുണ്ട്. അപ്പോൾ പൾമുള്ളാണ് എന്തായിട്ട് മാറുന്നത്? ഒരു ഷൂട്ടായിട്ടും. റാഡിക്കൽ എന്തായിട്ടും മാറുന്നു? റൂട്ടായിട്ടും മാറുന്നു. റാഡിക്കൽ സ്റ്റാർട്ട്സ്, അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ റാഡിക്കൽ എന്താണ്? റൂട്ട്സ് ആണ്. അപ്പോൾ ഇവരെന്തു ചെയ്യും? അബ്സോർബിങ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആൻഡ് ഷൂട്ട് സ്റ്റാർട്ട് ഗ്രോയിങ് അപ്വേർഡ്സ്. അതായത് ഈ റൂട്ട്സ് അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടേഴ്സിനൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇവിടുത്തെ പൾമുള്ളിൽ എന്തായിട്ട് മാറുന്നു? നല്ല മുകളിലോട്ട് നല്ലൊരു ഗ്രോത്ത്, ഒരു ഷൂട്ട് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത റാഡിക്കൽ സ്റ്റാർട്ട്സ് അബ്സോർബ് പറഞ്ഞു ഇൻ ദ ഫൈനൽ സ്റ്റേജ് ഓഫ് സീഡ് ജെർമിനേഷൻ. അപ്പം ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ സെൽസ് ഇലോങ്ങേഷൻ നടക്കുന്നു. എന്ത് നടക്കുന്നു? നമ്മുടെ സെൽസിന് ഇലോങ്ങേഷൻ സംഭവിക്കുകയും അത് ഡിവൈഡ് ടു ഗേവ് റൈസ് ഇൻ ദ സീഡ്ലിംഗ്, അതായത് അവർ ചെടിയായിട്ടും കുഞ്ഞ് വിത്തായിട്ട് മാറുകയും ചെയ്യുന്നു. ഭയങ്കര സിമ്പിളാണ്. എന്താ സീഡിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സീഡ് മണ്ണിൽ കുഴിച്ചിടുന്നു. ഇതിപ്പോൾ ഒരു പയർ, ഈ സീഡ് ഞാൻ മണ്ണിൽ കുഴിച്ചിട്ടു. അപ്പോൾ ഇവരെന്തോ ചെയ്യും? നമ്മളതിന് വാട്ടർ കൊടുക്കും. അപ്പോൾ വാട്ടർ കൊടുക്കുന്നതിൻ്റെ അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, ഓക്സിജൻ കിട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഈ സീഡ് ആദ്യം സ്വെല്ലിങ് ചെയ്യുന്നു. പിന്നെ അവൻ്റെ സീഡ് കോട്ട് സോഫ്റ്റനിങ് ആവുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്താണ്? റെസ്പിറേഷൻ സംഭവിക്കുന്ന മൂലം ഇവർക്ക് ഫുഡിനെല്ലാം സ്റ്റോർ ചെയ്ത് എൻഡോസ്പേമിൽ കൊണ്ടുവന്ന് ഫുഡെല്ലാം സ്റ്റോർ ചെയ്യുന്നു. പിന്നെ അവിടെ സീഡ് കോട്ട് റപ്ചറിങ് ആയിട്ട് സീഡ് കോട്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ആദ്യം ഒരു റാഡിക്കൽ ഫോം ചെയ്യും. ഈ റാഡിക്കളാണ് പിന്നെ ഷൂട്ടായിട്ട് വരുന്നത്. ആ ഷൂട്ട് പിന്നെ വേണം അവിടെ ഇവിടെ നിന്നുള്ള വെള്ളത്തെയും മിനറൽസിനെയൊക്കെ വലിച്ചെടുത്ത് ഈ മേലോട്ട് റാഡിക്കൽ റൂട്ടായിട്ടും പൾമുള്ള് ഷൂട്ടായിട്ടും ഗ്രോ ചെയ്യും. ഇവിടെ ഇത് കണ്ടില്ല, ഇതാണ് റാഡിക്കൾ. ഈ റാഡിക്കളാണ് പിന്നെ റൂട്ടായിട്ട് പോകുന്നത്. ഇവിടെ ഒരു പൾമുള്ളുണ്ട്. ഈ പൾമുള്ള എന്തുമായിട്ട് മാറുന്നു? ഷൂട്ടായിട്ടും മേലോട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, അപ്വേർഡായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സീഡ് ജെർമിനേഷൻ്റെ കേസിൽ ഈ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ്, അതായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പയർ ചെടിയൊക്കെ കിളിച്ച് വരുമ്പോൾ അതിൻ്റെ തോളോടുകൂടിയാണ് കിളിച്ച് വരുന്നത്. പിന്നെ അതെല്ലാം കിളിഞ്ഞു പോയി അതിൻ്റെ ഇല വരുന്ന അതൊരു സീഡ്ലിങ്ങിൻ്റെ ഒരു സ്റ്റേജ് വരെ എത്തുന്നുണ്ട്. ഇതാണ് സീഡ് ജെർമിനേഷനെ സഹായിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സീഡ് ജെർമിനേഷനെ എന്തൊക്കെ കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട്? വാട്ടർ സഹായിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് സഹായിക്കുന്നുണ്ട്, ഓക്സിജൻ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? ക്ലൈമറ്റ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ ക്ലൈമറ്റും എല്ലാം, സോയിൽ ടൈപ്പ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അഫക്റ്റ് ചെയ്തിരിക്കും സീഡ് ജെർമിനേഷനെ. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സീഡ് ജെർമിനേഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വാട്ടർ, ടെമ്പറേച്ചർ, ഓക്സിജൻ, ലൈറ്റ്. വെള്ളം എന്താ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ടെമ്പറേച്ചർ ചൂട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓക്സിജൻ്റെ ലഭ്യത ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുപോലെ ലൈറ്റ്. ഇനി അടുത്ത് പറയുന്നത് ഫോട്ടോബ്ലാസ്റ്റിക് ആൻഡ് സ്കോട്ടോബ്ലാസ്റ്റിക്. അതായത് ഫോട്ടോബ്ലാസ്റ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെർമിനേഷൻ നടക്കുമ്പോൾ അവിടെ ലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അതിന് ഫോട്ടോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു. പഠിച്ചൊക്കെ എളുപ്പമാണ്. ബ്ലാസ്റ്റ് എന്താണ്? പൊട്ടിത്തെറിക്കുക. അപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ ആ വിത്ത് പൊട്ടി മുളയ്ക്കുന്നു. അടുത്ത അതിനെയാണ് നമ്മൾ ഫോട്ടോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഫോട്ടോബ്ലാസ്റ്റിക് എന്താണെന്ന് മനസ്സിലായി. അപ്പം സീഡ്സ് ഹൂസ് ജെർമിനേഷൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലൈറ്റ്, അതായത് സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ അവനെ ബ്ലാസ്റ്റിക് എന്നും സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഡാർക്ക് കണ്ടീഷൻ, അവിടെ ലൈറ്റ് വേണ്ട, ഡാർക്ക്, അവർക്ക് ഇരുട്ട് മതി, അവനെ സ്കോട്ടോബ്ലാസ്റ്റിക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫോട്ടോബ്ലാസ്റ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസോടെ സീഡ് ജെർമിനേറ്റ് ആവുന്നു. അടുത്ത സ്കോട്ടോബ്ലാസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ സീഡ്സ് വിച്ച് ജെർമിനേറ്റ് ദ ഡാർക്കിൽ സീഡ് ജെർമിനേറ്റ് ആവുന്നു. നമ്മൾ ഇവിടെ പറഞ്ഞത് കറക്റ്റായിട്ടും ഈ ഒരു സ്ലൈഡിൽ കാണുന്നുണ്ട്. ഇത് നമ്മുടെ എന്താണ്? സീഡാണ്. ഈ സീഡ് വാട്ടറും കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനൊക്കെ അബ്സോർബ് ചെയ്ത് സ്വെല്ലിങ് ഉണ്ടാകുന്നു. അവിടെ ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നു. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ റാഡിക്കൾ എന്തായിട്ട് മാറുന്നു? സീഡ് കോട്ടിൽ നിന്ന് റാഡിക്കൾ ഫോം ചെയ്യുന്നു. റാഡിക്കൾ റൂട്ടായിട്ടും ഈ ഒരു ഇവിടെ വരുന്ന ഇത് കണ്ട് ഇത് പൾമുൾ കോട്ടിലിഡൻസ്, അതായത് പൾമുൾ ഫോം ചെയ്യുന്നു. ഇവിടെ നിന്നൊരു കോട്ടിലിഡൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഫ്ലോളേജ് ലീവ്സും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ്,
ടൈപ്സ് ഓഫ് ജെർമിനേഷൻ. എത്ര ടൈപ്പ് ജെർമിനേഷൻ ഉണ്ട്? മെയിൻലി 2 ടൈപ്പ് ജെർമിനേഷൻ ഉണ്ട്. 2 ടൈപ്പിലുള്ള ജെർമിനേഷൻ ഉണ്ട്. ഹൈപ്പോജിയൽ ജെർമിനേഷൻ ഉണ്ട്, എപ്പിജിയൽ ജെർമിനേഷൻ ഉണ്ട്. എന്താണ്? ഹൈപ്പോജിയലും എപ്പിജിയൽ ജെർമിനേഷനും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ജെർമിനേഷൻ ഉണ്ട്. അതുപോലെ 2 ടൈപ്പ് ഓഫ് സീഡ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? 2 ടൈപ്പ് ഓഫ് സീഡ് ഏതൊക്കെയായിരുന്നു? മോണോകോട്ട് സീഡും ഡൈക്കോട്ട് സീഡും. അതുപോലെ തന്നെ അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഫോട്ടോപ്ലാസ്റ്റിക്കും ഉണ്ട്, സ്കോട്ടോപ്ലാസ്റ്റിക് ജെർമിനേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ ജെർമിനേഷൻ നടക്കുന്നതുകൊണ്ട് ലൈറ്റിൻ്റെ ആബ്സെൻസിൽ ജെർമിനേഷൻ നടക്കാനും പറ്റും. അതുപോലെ തന്നെ പറഞ്ഞു ടൈപ്പ് ഓഫ് ജെർമിനേഷൻ 2 ടൈപ്പുള്ള ജെർമിനേഷൻ ആണ്. ഹൈപ്പോജിയൽ ജെർമിനേഷൻ ആണ്, എപ്പിജിയൽ ജെർമിനേഷൻ. ഇതാണ് ഹൈപ്പോജിയൽ ജെർമിനേഷനും എപ്പിജിയൽ ജെർമിനേഷൻ്റെ ഒരു പിക്ചർ. നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് സീഡ്ലിങ്സ് റൈസ് ദെയർ കോട്ടിലിഡൻസ് എബവ് ദ സോയിൽ സർഫസ്. അതിനെയാണ് നമ്മൾ എപ്പിജിയൽ എന്ന് പറയുന്നത്. അതായത് ഈ എപ്പിജിയൽ നോക്കിക്കേ, നമ്മളൊരു സീഡിനെ ഇട്ടു, ആ സീഡിൽ നിന്ന് ഒരു കേർവ് ലൈവിലാണ് അതിൻ്റെ ഹൈപ്പോകോട്ടൈൽസ് ഫോം ചെയ്ത് അതിന് പെട്ടെന്ന് തന്നെ എന്ത് ഫോം ചെയ്യുന്നു? കോട്ടിലിഡനും. ആ കോട്ടിലിടൻ പിന്നെ അതൊരു എപ്പികോട്ടൈലായിട്ടൊരു സ്റ്റെമ്മും. അതായത് മണ്ണിൻ്റെ മേളിൽ ഒരുപാട് മണ്ണിനകത്തോട്ട് ഇത് പെട്ടെന്ന് തന്നെ ഷൂട്ട് ഫോർമേഷൻ നടക്കുന്നു. അതായത് നമ്മൾ ചില കണ്ടില്ലേ, ഒരുപാട് മണ്ണിടാതെ ഇച്ചിരിയും മണൽ മാത്രം വിത്തിൻ്റെ മണ്ടയ്ക്ക് തൂക്കി കൊടുക്കുന്നത്, അതിന് പെട്ടെന്ന് ജെർമിനേറ്റ് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ എപ്പിജിയൽ ജെർമിനേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പോജിയൽ ജെർമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടിലിഡൻസ് റിമെയിൻ ദ സോയിൽ ആർ ടേംഡ്. അതായത് ഇത് കണ്ടോ, ഇവിടെ കണ്ടല്ലേ, ഇത് ഒരു സീഡ് വളർന്നു വരാൻ കുറേ ടൈം എടുക്കും. അതിൻ്റെ എപ്പികോട്ടൈൽ കണ്ടോ, സീഡിന് മണ്ണിനുള്ളിൽ നിന്നായിരിക്കും വരുന്നത്. മണ്ണിനുള്ളിൽ നിന്നായിരിക്കും ഇവ ഒരു കേർവ് ഷേപ്പിൽ വരുന്നത്. ഇതിനാണ് ഹൈപ്പോ കേർവ് എന്നാണ് ഈ ഒരു കേർവിനെ പറയുന്നത്. ഇങ്ങനെ ഒരു കേർവ് ഷേപ്പിലായിരിക്കും ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഹൈപ്പോജിയൽ ജെർമിനേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പോജിയൽ ജെർമിനേഷൻ. എപ്പിജിയൽ ജെർമിനേഷൻ എക്സാമ്പിളാണ് മസ്റ്റാർഡ്, സൺഫ്ലവർ. മസ്റ്റാർഡും സൺഫ്ലവറും എന്തിനുള്ള എക്സാമ്പിളാണ്? എപ്പിജിയൽ ജെർമിനേഷൻ്റെ എക്സാമ്പിളാണ്. അടുത്ത ഹൈപ്പോജിയൽ ജെർമിനേഷൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? സെറിയൽസും ഗ്രാം. ഇനി അടുത്ത് നോക്കിക്കേ, സീഡ് ക്ലാസിഫിക്കേഷൻ. സീഡിനെ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ സ്റ്റോറേജ്, അതിന് എത്രത്തോളം നമ്മൾ വാട്ടർ സ്റ്റോറേജ് ഒക്കെ വേണമെന്നുള്ള അടിസ്ഥാനത്തിൽ 2 ടൈപ്പിൽ EH റോബർട്ട് 1973 സീഡിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ EH റോബർട്ട് 1973 ഡിവൈഡ് സീഡ്സ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ സ്റ്റോറേജ്. അതായത് അതിന് സ്റ്റോറേജ് ചെയ്ത് വെക്കേണ്ട രീതിയിൽ EH റോബോട്ട് 1973 സീഡ്സിനെ 2 ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, ഓർത്തഡോക്സ് സീഡും റിക്കൽസിട്രൻറ്റ് സീഡും. എന്താണ്? ഓർത്തഡോക്സ് സീഡും റിക്കൽസിട്രൻറ്റ് സീഡും. ഓർത്തഡോക്സ് സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് ഡ്രൈഡ്, അതായത് നമ്മുടെ സീഡ് ഉണക്കി സൂക്ഷിക്കുമ്പോൾ 10% താഴെ മാത്രമേ അതിൻ്റെ മോയിസ്ചർ കണ്ടൻറ്റ് കാണാവൂ. അങ്ങനത്തെ സീഡിനെയാണ് ഓർത്തഡോക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തഡോക്സ് സീഡ് എന്ന് വെച്ചാൽ എന്താണ്? 10% താഴെ മോയിസ്ചർ കണ്ടൻറ്റ് വെച്ച് ഉണക്കി സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഓർത്തഡോക്സ് സീഡ് എന്ന് പറയുന്നത്. ഓർത്തഡോക്സ് സീഡിൻ്റെ എക്സാമ്പിൾസ് ആണ് സെറിയൽസും ഓയിൽ സീഡും ഒക്കെ. എന്താണ്? സെറിയൽസ്, ഓയിൽ സീഡും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഓർത്തഡോക്സ് സീഡിൻ്റെ എക്സാമ്പിളാണ്. റിക്കൽസിട്രൻറ്റ് സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മുതൽ 50% വരെ മാത്രമേ സീഡിനെ നമ്മൾ ഡ്രൈ ചെയ്യത്തുള്ളൂ. കാരണം അത്രയും മോയിസ്ചർ കണ്ടൻറ്റ് മാത്രമേ അതിൽ നിന്ന് കളയത്തുള്ളൂ. ബാക്കി മോയ്സ്ചർ കണ്ടന്റ് എല്ലാം അതിനെ തന്നെ ഇരിക്കും. അതുമൂലം അതെന്താണ് ഒരുപാട് നാൾ നമുക്കത് സൂക്ഷിക്കാൻ പറ്റില്ല. അതിന് എക്സാമ്പിളാണ് മാംഗോ, ജാക്ക് ഫ്രൂട്ടും ഒക്കെ. ക്ലാസസ് ഓഫ് സീഡ്സ് മെയിനായിട്ടും 5 ടൈപ്പിലുള്ള സീഡ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിനകത്ത് പറയുന്നത് ക്ലാസസ് ഓഫ് സീഡ്സിൻ്റെ കേസിൽ പറയുന്നത് സീഡ് കളർ, ഈ ഓരോ സീഡ് ടൈപ്പുകൾ, അതായത് ന്യൂക്ലിയർ സീഡിനും ബ്രീഡർ സീഡിനും ഫൗണ്ടേഷൻ സീഡിനും സർട്ടിഫൈഡ് സീഡിനും രജിസ്റ്റേർഡ് സീഡിനും എല്ലാം പ്രത്യേകം ടാഗുകളുണ്ട്. എന്തുണ്ട്? ടാഗുകൾ. ഈ ടാഗിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ ഓരോന്നിൻ്റെ കളേഴ്സ്. അപ്പം ഓരോ ടാഗും ഓരോ കളേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഇതിനകത്ത് ന്യൂക്ലിയസ് സീഡിന് മാത്രം നോ ടാഗാണ്, അതായത് നോ കളർ. ന്യൂക്ലിയസ് സീഡിന് കളറില്ല. എന്തില്ല? കളറില്ല. നോ അത് ഓർത്താൽ മതി. നോ. അതുപോലെ ബ്രീഡർ ഇത് നോക്കിക്കേ, ന്യൂക്ലിയസ് സീഡ്. ഇതിനകത്ത് ഞാൻ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ഒരു സീഡ്, അതായത് ഈ സീഡ് എന്തിനാണ് ഈ സീഡ് ടാഗ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീഡിനെയും അതിൻ്റെ കളർ ടാഗ് കൊണ്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്രീഡറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫാർമറിൻ്റെ കയ്യിലേക്ക് ഒരു ന്യൂ വെറൈറ്റി എത്തണമെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ഒരുപാട് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി വഴി ആ സീഡ് ഓക്കെ ആണ് എന്ന് നമ്മുടെ മുന്നിലേക്ക് തെളിയിച്ചാൽ മാത്രമേ നമ്മളൊരു ഫാർമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. അതിൻ്റെയൊക്കെ ബേസിൽ ഓരോ സീഡുകളെയും നമ്മൾ ഓരോ ടാഗ് ആക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പം ന്യൂക്ലിയർ സീഡ് എന്താണ്? നോ കളറില്ലാത്ത ടാഗിലുള്ളതിനാണ് നമ്മൾ ന്യൂക്ലിയർ സീഡ് എന്ന് പറയുന്നത്. ബ്രീഡർ സീഡ് എന്ന് വെച്ചാൽ ഗോൾഡൻ യെല്ലോ കളറാണ് ബ്രീഡർ സീഡ്. ഫൗണ്ടേഷൻ സീഡ് വൈറ്റ് കളറാണ്. രജിസ്റ്റേർഡ് സീഡ് പർപ്പിൾ കളറാണ്. അതുപോലെ തന്നെ സർട്ടിഫൈഡ് സീഡ് ബ്ലൂ കളറാണ്. ഈ കളേഴ്സ് ഒരിക്കലും മറക്കരുത്. നിങ്ങളൊരു ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു സീഡ് ടാഗിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും. അപ്പം മെയിനായിട്ടും ന്യൂക്ലിയർ സീഡിന് എന്തില്ല? കളറില്ല. ബ്രീഡർ സീഡ് ഗോൾഡൻ യെല്ലോ, ഫൗണ്ടേഷൻ സീഡ് വൈറ്റ്, അതുപോലെ തന്നെ രജിസ്റ്റേർഡ് സീഡ് പർപ്പിൾ, അതുപോലെ തന്നെ സർട്ടിഫൈഡ് സീഡ് ബ്ലൂ. അതുപോലെ ട്രൂത്ത്ഫുള്ളി എന്ന് പറയുന്ന ഒരു സീഡും കൂടെ ഉണ്ട്. ട്രൂത്ത്ഫുള്ളി സീഡ് അതിൻ്റെ കളർ ഗ്രീനാണ്. ട്രൂത്ത്ഫുള്ളി അത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ അത് പഠിച്ചു വെക്കണം. ട്രൂത്ത്ഫുള്ളി സീഡ് അതിൻ്റെ കളർ ഗ്രീനിഷ് കളർ ടാഗ് ആണെങ്കിൽ അവനെ നമ്മൾ ട്രൂത്ത്ഫുള്ളി സീഡ് എന്ന് പറയാം. ഇനി ഈ ഓരോ ടാഗിനും ഓരോ ടാഗിൻ്റെ ഷേപ്പുകൾ തമ്മിൽ നല്ല ഡിഫറൻ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഇനി അടുത്ത് മെച്യൂരിറ്റി ഇൻഡിസസ് എന്ന് പറയുമ്പോൾ ഒരു ചെടി അതിൻ്റെ ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈം എത്തി എന്ന് നമ്മൾക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും കാണിച്ചു തരിക എന്ന് നോക്കാം. പാഡി ആവുമ്പം, അതായത് നെല്ലിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ കതിരിന് എന്തൊരു കളറായിട്ട് മാറും? ഗോൾഡൻ യെല്ലോ കളറായിട്ട് മാറും. ഏത് കളറിലോട്ട് മാറും? ഗോൾഡൻ യെല്ലോ കളർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഒരു ടെസ്റ്റിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് പാഡിയുടെ മെച്യൂറേഷൻ ഇൻഡിസസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാനിക്കിൾസ് എന്തായിട്ട് മാറും? ഗോൾഡൻ യെല്ലോ കളറായിട്ട് മാറും. ഗോൾഡൻ യെല്ലോ കളർ പാനിക്കിൾ, അതായത് അതിൻ്റെ കതിര് ഏത് കളറിലോട്ട് മാറും? ഗോൾഡൻ യെല്ലോ കളറിലേക്ക് മാറും. ഇനി അടുത്ത ബിറ്റർ ഗ്രൗണ്ടിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ട് പൾപ്പ് ആൻഡ് സീഡ് ബിക്കം റെഡ് ആൻഡ് ലൈറ്റ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ പാവയ്ക്ക വെക്കുമ്പോൾ പാവയ്ക്ക ഒരുപാട് പഴുത്ത് പോയി കഴിയുമ്പോൾ അതിൻ്റെ സീഡ് ഏത് കളറിലാണ് കാണപ്പെടുന്നത്? ചുമന്ന കളറിൽ കാണപ്പെടുന്നു. അതുപോലെ പൾപ്പും സീഡും എന്തായിട്ട് കാണപ്പെടുന്നു? റെഡ് കളറിൽ കാണപ്പെടുന്നു. ആൻഡ് ലൈറ്റ് സീഡ്സ് ആർ സെപ്പറേറ്റഡ് ബ്രൗൺ സെപ്പറേറ്റ്ലി. അതുപോലെ തന്നെ എന്താണ്? ലൈറ്റ് സീഡ്സ് ആർ സെപ്പറേറ്റഡ് ആയിരിക്കും, ബ്രൗൺ കളർ റെസ്പെക്റ്റീവ്ലി ആയിരിക്കും. അടുത്ത ഒക്രയിൽ എന്താണെന്ന് വെച്ചാൽ ഹൈലിൻ ക്രാക്ക് ഫോർമേഷൻ ഓൺ പോഡ്. അവിടെ ഹൈലിൻ കാർക്ക് ഫോർമേഷൻ, അതായത് അതിൻ്റെ പോഡ്സ്, അതായത് ഒക്രയുടെ ആ ഒരു ഫ്രൂട്ടിനെയാണ് നമ്മൾ പോഡ് എന്ന് പറയുന്നത്. ആ പോഡിൽ എന്ത് സംഭവിക്കും? ഹൈലിൻ ക്രാക്ക് ഫോർമേഷൻ സംഭവിക്കും. അടുത്ത വാട്ടർമെലിൻ്റെ ആണെങ്കിൽ ടെൻഡ്രിൽസ് വിത്ത് ഫ്രൂട്ട് ബിയറിംഗ് ഷൂട്ട്. അതായത് അതിൻ്റെ വള്ളി, വാട്ടർമെലോണിൻ്റെ ഒരു പടർന്നു കിടക്കുന്ന വള്ളിയുണ്ടല്ലോ, അതെല്ലാം എന്തായിട്ട് മാറും? ടെൻഡ്രിൽസ് ഡ്രൈ ആയിട്ടും മാറും. അതുപോലെ സ്കിൻ കളർ ഓഫ് ഫ്രൂട്ട് റെസ്റ്റിംഗ് ദ സോയിൽ പെയിൽ യെല്ലോ. അതായത് ഒരു സോയിലിൻ്റെ മണ്ടേ കിടക്കുന്ന ആ ഒരു സ്കിന്നിലൊക്കെ എന്ത് കളറായിട്ട് മാറും? പെയിൽ യെല്ലോ ആൻഡ് ഗീവ് എ ഡൾ സൗണ്ട് ഇൻ തം. അത് നമ്മൾ തട്ടുമ്പോൾ ഒരു ഡൾ സൗണ്ട് കേൾക്കാം, ടപ്പ് 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 ഒരു സൗണ്ട് കേൾക്കും. നമ്മൾ ചിലരൊക്കെ കണ്ടില്ലേ വാട്ടർമെലണൊക്കെ മേടിക്കും തട്ടി നോക്കുന്നത്, അതെന്ന് വെച്ചാൽ അത് വിളഞ്ഞാണോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. അടുത്ത ബ്രിഞ്ചാളിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ബ്രിഞ്ചാളിൻ്റെ സ്ട്രോ ഉണ്ടല്ലോ, അതായത് ആ ഒരു ഇതാണ് ബ്രിഞ്ചാൾ എന്നുണ്ടെങ്കിൽ ആ ബ്രിഞ്ചാളിൻ്റെ ഇവിടെ ഒരു ഭാഗം അത് എന്തായിട്ട് മാറും? പക്ഷേ യെല്ലോ കളറിലേക്ക് മാറും. എന്തുമായിട്ട് മാറും? യെല്ലോ കളറായിട്ട് മാറും. അടുത്ത അമരാന്തസ് ചീരയുടെ കേസിലാണെങ്കിൽ യെല്ലോയിങ് ആൻഡ് ബ്രൗണിങ് ഓഫ് അതിൻ്റെ ഇൻഫ്ലൂറസെൻസ് എന്തോയായി മാറും? യെല്ലോയിഷ് ബ്രൗണിങ്ങിലേക്ക് പോകും. ഇതിൻ്റെ ഇൻഫ്ലൂറസെൻസ് യെല്ലോയിഷ് ബ്രൗണിലേക്ക് പോകും. അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആണ് ടൊമാറ്റോയും അതുപോലെ തന്നെ പാഡിയുമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ടൊമാറ്റോയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നിൻ്റെ കളറ് റെഡിലോട്ട് പ്യുവർ റെഡ് ആവത്തില്ല, പക്ഷെ റെഡിലോട്ട് ടേൺ ചെയ്യും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഭയങ്കര സോഫ്റ്റ് ആവും.
അപ്പം ടൊമാറ്റോയുടെ എങ്ങനെയാണ്, ഫ്രൂട്ട്സ് ഭയങ്കരമായിട്ട് സോഫ്റ്റും ആവും, ആ ഒരു ടൊമാറ്റോയുടെ കളറ് അതൊരു റെഡിഷ് കളറിലേക്ക് ടേൺ ചെയ്യത്തേ ഉള്ളൂ. അപ്പം ഇത് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇതാണ് ഇമ്പോർട്ടൻ്റ്. പാഡിയും ടൊമാറ്റോയാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസിൽ വരുന്ന മെച്യൂരിറ്റി ഇൻഡിസസ് ചോദിക്കുന്നത്. അടുത്ത കുക്കുംബറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്രൂട്ട് ബിക്കം യെല്ലോയിഷ് ബ്രൗൺ ഇൻ കളർ, അതായത് മഞ്ഞ കളർന്ന ബ്രൗൺ കളർ ആവുന്നുണ്ട്. ആൻഡ് സ്റ്റാൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫ്രൂട്ട് വിത്തേഴ്സ്, അതായത് ആ ഒരു സ്റ്റാൾക്കും ഫ്രൂട്ടും തമ്മിലൊരു ഇത് കാണപ്പെടുന്നുണ്ട്. അടുത്ത സ്വീറ്റ് പൊട്ടറ്റോ, സോറി ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടേ. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പം അത് ഭയങ്കര ഡ്രൈ ആയിട്ട് ഡ്രൂപ്പ് ഡൗൺ ഡാർക്ക് ബ്രൗൺ കളറിൽ വരെയും കാണപ്പെടുന്നുണ്ട്, ഡാർക്ക് ബ്രൗൺ കളറിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വീറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ സ്പൈക്ക്ലെറ്റ് ഓരോ ഗോതമ്പ് നണിയും യെല്ലോയിങ് കളറിലോട്ട് മാറും. അതുപോലെ അതിൻ്റെ ഗ്രെയിൻസ് ഭയങ്കര ഹാർഡ് ആൻഡ് ഡവ് സ്റ്റേജിലോട്ട് മാറും. ഏതാണ് ഡവ് സ്റ്റേജ്? ഹാർഡ് ആൻഡ് ഗ്രെയിൻസ് ഇൻ ഹാർഡ് ഡവ് സ്റ്റേജിൽ കട്ടി നമുക്ക് ഗോതമ്പൊക്കെ ചവയ്ക്കുമ്പോൾ ചവ കൊള്ളാതെ ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും. അതാണ് ആ ഒരു മിൽക്കിംഗ് സ്റ്റേജ് കഴിഞ്ഞ് ഒരു ഡവ് സ്റ്റേജിലേക്ക് കടക്കുന്ന ഒരു ടൈം. ഇതാണ് നമ്മുടെ മെച്യൂരിറ്റി ഇൻഡിസസ്. ഇപ്പം മെച്യൂരിറ്റി ഇൻഡിസസിന് ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കാനുള്ളത് പാഡിയുടെ മെച്യൂരിറ്റി ഇൻഡിസസ് എന്താണ്? ഗോൾഡൻ യെല്ലോ പാനിക്കിൾസ്. കതിര് ഏത് കളറിലോട്ട് മാറും? ഗോൾഡൻ യെല്ലോ കളറിലോട്ട് മാറും. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് ടൊമാറ്റോയുടെ കളർ നമ്മൾ ടൊമാറ്റോയുടെ സ്കിന്നിൻ്റെ കളറ് റെഡിലോട്ട് ടേൺ ചെയ്യും. മനസ്സിലായോ? റെഡിലോട്ട് ടൊമാറ്റോയുടെ സ്കിന്നിൻ്റെ കളറ് ടേൺ ചെയ്യുകയും അതുപോലെ ഫ്രൂട്ട് ഭയങ്കര സോഫ്റ്റണായിരിക്കും. ആ ഫ്രൂട്ട് ഭയങ്കര നമുക്ക് തുടങ്ങുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വീറ്റിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ സ്പൈക്ക്ലെറ്റ് എന്തോ ആയിട്ട് മാറും? യെല്ലോയിങ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഗ്രെയിൻസ് ഭയങ്കര ഹാർഡ് ഡവ് സ്റ്റേജും ആയിരിക്കും. ഗ്രെയിൻസ് ഹാർഡായിരിക്കും, ഡവ് സ്റ്റേജിലായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സെൻട്രൽ സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി എവിടാണ് കാണപ്പെടുന്നത്? വാരണാസിയിലാണ് സെൻട്രൽ സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി. ഇനി നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത് ഈ സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയെ പറ്റിയിട്ടും ഈ സീഡ് റൂളുകളൊക്കെ ഉണ്ട്. ഒരു സീഡ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന റൂളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് ദി ടാഗ്. ഇപ്പോഴത്തെ PSC എക്സാമിന് വരുമ്പോഴൊക്കെ അറിയാം നമുക്ക് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ ഉള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഡയറക്റ്റ് നമുക്ക് ആദ്യം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവത്തില്ല, പക്ഷേ ഇത് പെട്ടെന്ന് ഈസി ആയിരിക്കും. ദ കളർ ഓഫ് ദി ടാഗ് ഓഫ് ദി സീഡ് ഓഫ് വീറ്റ് വെറൈറ്റി, അതായത് ഒരു വീറ്റ് വെറൈറ്റിയാണ്. WH145 എന്ന് പറഞ്ഞ 47 ഒരു വീറ്റ് വെറൈറ്റി ഒരു ഫാർമർ പർച്ചേസ് ചെയ്തു. ടു പ്രൊഡ്യൂസ് സർട്ടിഫൈഡ് സീഡ് 2 ഉണ്ട്. അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സർട്ടിഫൈഡ് 2 ആണ്. അതിൻ്റെ കളർ ഏതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു യെല്ലോ കളർ ഏതാണ്? യെല്ലോ കളറ് ബ്രീഡർ സീഡിനാണ് ഗോൾഡൻ യെല്ലോ കളറ്. കണ്ടില്ലേ? ബ്രീഡർ സീഡിന് ഗോൾഡൻ യെല്ലോ കളറ്, രജിസ്റ്റേർഡ് സീഡിന് പർപ്പിള്, സർട്ടിഫൈഡ് സീഡിന് ബ്ലൂ. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്ന ഏതാണെന്ന് നോക്കിക്കേ. ഇവിടെ ചോദിച്ചേക്കുന്നത് സർട്ടിഫൈഡ് സീഡ് ആണെന്ന് അവർ പറയുന്നുണ്ട്. പ്രൊഡ്യൂസ് സർട്ടിഫൈഡ് സീഡ്. അപ്പോൾ അതിൻ്റെ കളർ ഏതായിരിക്കും? ബ്ലൂ ആയിരിക്കും. മനസ്സിലായോ? അപ്പം അദ്ദേഹം ഒരു ഫാർമർ ഒരു WH147 എന്ന് പറയുന്ന ഒരു വെറൈറ്റി പർച്ചേസ് ചെയ്തു. അത് പറയുന്നത് സർട്ടിഫൈഡ് സീഡ് 2 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സീഡ് കളർ ഏതായിരിക്കും? ബ്ലൂ ആയിരിക്കും. സർട്ടിഫൈഡ് സീഡ് ബ്ലൂ ആണ്. യെല്ലോ സീഡ് ബ്രീഡറാണ്. ഗ്രീൻ ഏതാണ്? ഞാൻ പറഞ്ഞു ട്രൂത്ത്ഫുള്ളി സീഡാണ്. വൈറ്റ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഏതാണ്? അസർ ബ്ലൂ ആണ് സർട്ടിഫൈഡ് സീഡിൻ്റെ കളറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in United States mainly for autogamous crops the generation between foundation and certified, അതായത് ഫൗണ്ടേഷൻ സീഡിനെയും സർട്ടിഫൈഡ് സീഡിനെയും ബിറ്റ്വീൻ ഉള്ള ജനറേഷൻ ഏതാണ്? അത് രജിസ്റ്റേർഡ് സീഡാണ്. രജിസ്റ്റേർഡ് സീഡാണ്. ഫൗണ്ടേഷൻ സീഡിൻ്റെയും സർട്ടിഫൈഡ് സീഡിൻ്റെയും ബിറ്റ്വീൻ ജനറേഷനിലുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് സീഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സീഡ് പ്രൊഡ്യൂസ്ഡ് ബൈ രജിസ്റ്റേർഡ് സീഡ് ഗ്രോസ് under the supervision of seed certification agency which is certified by a blue color. Its certificate is, അപ്പോൾ ബ്ലൂ കളറാണെന്ന് പറയുന്നുണ്ട്. അതായത്
അത് ബ്ലൂ കളറാണ്, അതിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ ടാഗ് ബ്ലൂ ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഏത് സീഡ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. രജിസ്റ്റേർഡ് സീഡിൻ്റെ കളർ എന്തായിരുന്നു രജിസ്റ്റേർഡ് സീഡിൻ്റെ കളർ എന്ന് നോക്കിക്കേ. രജിസ്റ്റേർഡ് സീഡ് ആണെങ്കിൽ പർപ്പിൾ കളറായിരിക്കും. എന്ത് കളറായിരിക്കും? പർപ്പിൾ കളറായിരിക്കും. രജിസ്റ്റേർഡ് സീഡിന് പർപ്പിൾ കളറായിരിക്കും. ഇവിടെ എന്തൊരു ടാഗാണ്? ബ്ലൂ ആണ്. അപ്പം ബ്രീഡർ സീഡ് ഏതാണ്? ബ്രീഡർ ഗോൾഡൻ യെല്ലോ കളറ്, ഫൗണ്ടേഷൻ വൈറ്റ്. അപ്പം ബ്ലൂ കളർ വരുന്ന ഏതിനാണ്? സർട്ടിഫൈഡ് സീഡിനാണ് ബ്ലൂ കളർ വരുന്നത്. രജിസ്റ്റേർഡ് സീഡ് ആകുമ്പം രജിസ്റ്റർ ഏതാണ്? ഏത് കളറാണ് രജിസ്റ്റേർഡ് സീഡിന് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. രജിസ്റ്റേർഡ് സീഡിന് ഏത് കളറാണ്? രജിസ്റ്റേർഡ് സീഡിന് നോക്കിക്കേ പർപ്പിൾ കളറാണ്. ഏത്? പർപ്പിൾ. രജിസ്റ്റേർഡ് സീഡിന് പർപ്പിൾ കളറാണ്. ബ്രീഡർ സീഡ് ഗോൾഡൻ യെല്ലോ, ഫൗണ്ടേഷൻ സീഡ് വൈറ്റ്, സർട്ടിഫൈഡ് സീഡാണ് ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീഡ് ഓഫ് ഓൾ ദി ഡെസിഗ്നേറ്റഡ് ഓയിൽ സീഡ്, അതായത് ഓയിൽ സീഡ് ഏത് ടൈപ്പിലുള്ള ജെർമിനേഷൻ ആണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓയിൽ സീഡ് എപ്പിജിയൽ ജെർമിനേഷൻ ആണ്. ഞാൻ പറഞ്ഞു എപ്പിജിയൽ ജെർമിനേഷൻ ആണ്. ഏത്? ഓയിൽ സീഡ്സ്. ഓയിൽ സീഡ് കണ്ടോ എപ്പിജിയൽ ആണ്, അതായത് അതിൻ്റെ കോട്ടിലിഡൻസ് എന്താണ്? ഹൈപ്പോകോട്ടിലിഡൻ മണ്ണിൽ നിന്ന് ഒരു പ്രഷർ ചമർത്തിയൊന്നും അല്ല വരുന്നത്, നോർമൽ രീതിയിലാണ് അത് ഗ്രോ ചെയ്യുന്നത്. അത് കോട്ടിലിഡൻസ് എബവ് ദി സോയിൽ സർഫസിലായിരിക്കും. എബവ് ദി സോയിൽ സർഫസിലാണ് അതിൻ്റെ കോട്ടിലിഡൻ. എങ്ങനെയായിരിക്കും? സോയിൽ സർഫസിന് എബവ് ആയിരിക്കും. അതാണ് ഏതിനാണ് എക്സാമ്പിൾ വരുന്നത്? എപ്പിജിയൽ. അത് ഓയിൽ സീഡ് ഒരു എപ്പിജിയലിന് എക്സാമ്പിളാണ്. ഏത്? എപ്പിജിയൽ. ഓയിൽ സീഡ് അപ്പോൾ എന്തിന് എക്സാമ്പിളാണ്? എപ്പിജിയൽ ജെർമിനേഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ഡൈക്കോട്ട് സീഡ് ജെർമിനേറ്റ് ആസ് എ എപ്പിജിയൽ ഇസ് ഡ്യൂ ഫാസ്റ്റ് ഗ്രോത്ത്. അതായത് ഡൈക്കോട്ട് സീഡ്, അതായത് 2 കോട്ടിലിടനുള്ള സീഡ്, ഡൈക്കോട്ട് സീഡ് ജെർമിനേറ്റ് ആസ് എപ്പിജിയൽ വഴിയായിരിക്കും ജെർമിനേഷൻ ഡ്യൂ ടു ഫാസ്റ്റ് ഗ്രോത്ത്. എന്തിൻ്റെ ഫാസ്റ്റ് ഗ്രോത്ത് ആണെന്ന് നോക്കിക്കേ. കണ്ടോ, ഈ ഹൈപ്പോകോട്ടൈലിൻ്റെ ഫാസ്റ്റ് ഗ്രോത്ത് മൂലമാണ്. ഈ ഹൈപ്പോകോട്ടൈലിൻ്റെ ഫാസ്റ്റ് ഗ്രോത്ത് മൂലമാണ് എപ്പിജിയലിൽ എന്ത് ചേഞ്ചസ് ഉണ്ടാവുന്നത്? അവിടെ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് സംഭവിക്കുന്നത്. സീഡ് ജെർമിനേറ്റ് എപ്പിജിയൽ ഡ്യൂ ടു ഫാസ്റ്റ് ഗ്രോത്ത് ഹൈപ്പോകോട്ടൈൽ. അതിന് എക്സാമ്പിൾ ഡൈക്കോട്ട് സീഡിൽ ജെർമിനേറ്റ്സ് ആസ് എ എപ്പിജിയൽ ആയിരിക്കും. അത് ഡ്യൂ ടു ഫാസ്റ്റ് ഗ്രോത്ത് ഇൻ ഏതിനായിരിക്കും ഫാസ്റ്റ് ഗ്രോത്ത് നടക്കുന്നത്? ഹൈപ്പോകോട്ടൈൽ. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഒരു സീഡ് സയൻസിൻ്റെ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷനും മെയിനായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ സീഡ് സയൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു മോഡ്യൂളാണ്. അപ്പം ഞാൻ അതിൻ്റെ എല്ലായിടത്തു നിന്നുമുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ഭാഗം മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി ഡീപ്പായിട്ടും സീഡിൻ്റെ ഓരോ കാര്യങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീഡ് ടെസ്റ്റിംഗ് ലാബുകളെ പറ്റി പഠിക്കാനുണ്ട്, സീഡ് റൂളുകളെ പറ്റി പഠിക്കുന്നുണ്ട്, അതുപോലെ ഇസ്ത എന്ന് പറയുന്ന ഒരു സീഡ് ടെസ്റ്റിംഗ് ലാബിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ നമുക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഏജൻസികളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് സീഡ് സയൻസിനകത്ത്. അപ്പം അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2ൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇൻറ്റൻസീവ് കോച്ചിങ് അവൈലബിൾ ആണ്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർക്കൊപ്പം തന്നെ നമുക്കും ഈ വർഷത്തെ അഗ്രികൾച്ചർ ഗ്രേഡ് 2ൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എക്സാം വരെയും ഗൈഡൻസിനായിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷനും അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ സെക്ഷനും എല്ലാം തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഗുഡ് ബൈ.